വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജിനു ഖാത്ത എന്ന അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ ക്യാഷ് ബാലൻസ് എങ്ങനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇതിനായി നമുക്ക് 6 ട്രാൻസാക്ഷനാണ് തന്നിരിക്കുന്നത്. ഈ 6 ട്രാൻസാക്ഷനിൽ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, ആദ്യം ജിനു ഖാത്ത ഓപ്പൺ ചെയ്യുക, ക്രിയേറ്റ് ഓർഗനൈസേഷൻ, പിന്നെ അതിനുശേഷം അഡ്മിൻ യൂസറെ ക്രിയേറ്റ് ചെയ്യുക, ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം വൗച്ചർ എൻട്രി നടത്തുക, നെക്സ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുക. ഇത്രയും സ്റ്റെപ്സാണ് നമ്മൾ ചെയ്യാനുള്ളത്. അതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ജിനു ഖാത്ത ഓപ്പൺ ചെയ്യുക, സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുക, സിയോൺ കെമിക്കൽസ് എന്ന പേര് കൊടുത്ത് സ്ഥാപനം ക്രിയേറ്റ് ചെയ്യുക. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/1/2016 ആണ്. 2016 ജനുവരി 1 ആണ് സ്റ്റാർട്ടിങ്. പിന്നെ അഡ്മിൻ യൂസറേയും ക്രിയേറ്റ് ചെയ്യാം. ഈ 3 സ്റ്റെപ്പുകൾ ഒന്നിച്ച് ചേർത്ത് നമുക്ക് ആദ്യം ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അപ്ലിക്കേഷൻ, ഓഫീസ്, ജിനു ഖാത്ത. ഇതിനകത്ത് സെലക്ട് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനാണ് ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടുന്നത് പുതിയ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ ക്രിയേറ്റ് ഓർഗനൈസേഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക, സിയോൺ കെമിക്കൽസ്, കേസ് ആസ് ഈസ് ടൈപ്പ് ചെയ്ത് അതേപോലെ മതി. ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മേക്കിംഗ്, ഫിനാൻഷ്യൽ ഇയർ 1/1/2016. ടു ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. അക്കൗണ്ട്സ് ഓൺലി സെലക്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. യൂസർ നെയിം എന്തെങ്കിലും ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സോഫ്റ്റ്വെയർ ശരിയായ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ആകാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഷോർട്ട് പാസ്വേഡ് ഉപയോഗിക്കുക. ഞാനിവിടെ എ എന്ന് മാത്രമേ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എ എന്ന് മാത്രം അവിടെയും ടൈപ്പ് ചെയ്യുക. കൺഫേം പാസ്വേഡ് എ എന്ന് ടൈപ്പ് ചെയ്തു. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എ, ആൻസർ ടു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എ. നെക്സ്റ്റ് ക്രിയേറ്റ് ആൻഡ് ലോഗിൻ. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പുകൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഓപ്പൺ ജിനു ഖാത്ത, ക്രിയേറ്റ് ഓർഗനൈസേഷൻ, ക്രിയേറ്റ് അഡ്മിൻ വിത്ത് നെസസറി ഡീറ്റെയിൽസ്. നെക്സ്റ്റ് വരുന്നത് ക്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ്. അതിന് വേണ്ടിയിട്ട് മാസ്റ്റർ, ക്രിയേറ്റ് അക്കൗണ്ട്, സെലക്ട് ഗ്രൂപ്പ്, സെലക്ട് സബ് ഗ്രൂപ്പ്, എൻ്റർ അക്കൗണ്ട് നെയിം, സേവ്. അതിന് വേണ്ടിയിട്ട് ഓരോ ട്രാൻസാക്ഷനും എടുക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ ക്യാഷ് അക്കൗണ്ടും വേണം, ക്യാപിറ്റൽ അക്കൗണ്ടും വേണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്, സബ് ഗ്രൂപ്പ് ക്യാഷ്. ക്യാപിറ്റലിൻ്റെ ഗ്രൂപ്പ് ക്യാപിറ്റൽ, സബ് ഗ്രൂപ്പ് ഇല്ല. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നോക്കി എന്തൊക്കെ ലെഡ്ജർ അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്, സബ് ഗ്രൂപ്പ് ഏതാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഒരു പ്രൊസീജിയർ നിങ്ങൾക്ക് ബ്ലോഗിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. www.manojmailekandi.blogspot.com. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. മാസ്റ്ററിൽ ക്രിയേറ്റ് അക്കൗണ്ട്, അതിലാദ്യം ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഈ ടേബിൾ പ്രകാരം ആദ്യം ഗ്രൂപ്പ് കറണ്ട് അസറ്റാണ്, അതിൻ്റെ സബ് ഗ്രൂപ്പ് ക്യാഷ്, അക്കൗണ്ട് നെയിം ക്യാഷ്. അതുപോലെ നമ്മൾ കൊടുക്കാം. ആദ്യത്തെ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്, നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് ക്യാഷ്, അക്കൗണ്ട് നെയിം ക്യാഷ്. ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, അത് സേവ് ചെയ്യുക. രണ്ടാമത്തെ അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണാം. രണ്ടാമത് ചെയ്യുന്നത് ക്യാപിറ്റൽ, അതിന് സബ് ഗ്രൂപ്പില്ല, ക്യാപിറ്റൽ എന്ന് തന്നെയാണ് അക്കൗണ്ടിൻ്റെ പേരും. അതിന് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല, സേവ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ 2 അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ ഫർണിച്ചർ, ഫിക്സഡ് അസറ്റ്, ഫർണിച്ചർ. അപ്പോൾ ഫിക്സഡ് അസറ്റിൽ ഫർണിച്ചർ, അക്കൗണ്ടിൻ്റെ പേരും ഫർണിച്ചർ എന്ന് തന്നെയാണ്. അതും സേവ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന ഈ ലെഡ്ജർ അക്കൗണ്ടുകൾ മുഴുവനും ക്രിയേറ്റ് ചെയ്യുക. ഇനി 4 കൂടി ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ അക്കൗണ്ടുകളൊക്കെ സേവ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വേണമെങ്കിൽ നമുക്കത് കാണാം. റിപ്പോർട്ട് മെനുവിൽ ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്സ്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടും ഡിഫോൾട്ടായിട്ടുള്ള അക്കൗണ്ടുകളും ചേർത്ത് 11 അക്കൗണ്ടുകളിലൂടെ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് വൗച്ചർ എൻട്രി ആണ്. വൗച്ചർ എൻട്രിയിൽ ആദ്യത്തെ വൗച്ചർ ടൈപ്പ് എന്ന് പറയുന്നത് റെസീറ്റ് ആണ്. റെസീറ്റ് വൗച്ചർ സെലക്ട് ചെയ്ത് ഈ ഒരു എൻട്രി കൊടുക്കണം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ 50,000. നമുക്കെങ്ങനെയാണെന്ന് നോക്കാം. വൗച്ചറിൽ ക്ലിക്ക് ചെയ്യുക. വൗച്ചറിൽ ക്ലിക്ക് ചെയ്ത് റെസീറ്റ് വൗച്ചർ,
അതിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യുക. വൗച്ചർ നമ്പർ 1, ഡേറ്റ് 1/1/2016, അക്കൗണ്ട് നെയിം ഡെബിറ്റ് ചെയ്യേണ്ടത് ക്യാഷ്, എമൗണ്ട് 50,000. ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ക്യാപിറ്റലാണ്, എമൗണ്ട് 50,000. നരേഷൻ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്യുക. വൗച്ചർ സേവ്ഡ്. ഇനി അതേപോലെ രണ്ടാമത്തത് വൗച്ചർ ടൈപ്പ് പേയ്മെൻ്റ് ആണ്. ഫർണിച്ചർ വാങ്ങിച്ചതാണ്, ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, 4,500. അപ്പോൾ വൗച്ചർ പേയ്മെൻറ്റ് വൗച്ചർ, വൗച്ചർ നമ്പർ മാറ്റണമെങ്കിൽ മാറ്റാം, ഡേറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. ഡേറ്റ് ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് ഫർണിച്ചർ 4,500. ടു ക്യാഷ് 4,500. ഇനി അത് സേവ് ചെയ്യാം. അടുത്തത് പർച്ചേസ് വൗച്ചറാണ്. പർച്ചേസ് ഡെബിറ്റ് ചെയ്യുക, ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, 25,000. പർച്ചേസ് വൗച്ചർ, പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യുക, 25,000. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുക, 25,000. സേവ് ചെയ്യുക. ഇനി അടുത്തത് സെയിൽസ് വൗച്ചറാണ്. ആനന്ദും സെയിൽസും 43,000. ആനന്ദ് ഡെബിറ്റ് വന്നിട്ടുണ്ട്, 43,000. സെയിൽസ് ക്രെഡിറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്, 43,000. അതും സേവ് ചെയ്യുക. ഇനി അടുത്തത് സാലറി പെയ്ഡ് 12,000. പേയ്മെൻറ്റ് വൗച്ചറാണ് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് പേയ്മെൻറ്റ് വൗച്ചർ ഉപയോഗിക്കാം. സാലറി 12,000. ക്യാഷ് 12,000. സേവ് ചെയ്യുക. അടുത്തത് ലാസ്റ്റ് വൺ റെസീറ്റ് വൗച്ചറാണ്. ക്യാഷും ആനന്ദും 17,500. റെസീറ്റ് വൗച്ചർ, ക്യാഷും ആനന്ദും 17,500. അതും സേവ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊസീജിയർ പ്രകാരമുള്ള സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് ക്യാഷ് അക്കൗണ്ട് ഡിസ്പ്ലേ ചെയ്യണം. അതിന് റിപ്പോർട്ട്, ലെഡ്ജർ, ക്യാഷ്, വ്യൂ, ഡബിൾ ക്ലിക്ക് ഓൺ മന്ത് ജനുവരി. റിപ്പോർട്ട്, ലെഡ്ജർ, സെലക്ട് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, പീരീഡ് 1/1/2016 മുതലുള്ളത്, വ്യൂ. ജനുവരി എന്നുള്ള സ്ഥലത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് 26,000 ആണ്. ഇനി ഓരോ വൗച്ചറിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി വൗച്ചറിൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി. വൗച്ചർ നമ്പറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ജേർണൽ എൻട്രി ആയിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. എഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ.